ഇവര് ആരും പാടുന്നില്ല. പോയി ഞാൻ ഇങ്ങനെ ആക്കിയാണ് പോയി. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ നിരുടെ മൃദുല പ്രതലം അധിക മധുരം അതിമനോഹരം. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നുടെ മൃദുല പ്രതലം അധിക മധുരം അതിമനോഹരം. അതിമനോഹരമെന്ന വാഴയിലെ ഈ ഗാനം നമ്മളിൽ പലർക്കും പരിചിതമാണ്. പക്ഷേ നമ്മളിത് കേട്ടപ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുവരും പായലും തമ്മിലുള്ള ആ സൂക്ഷ്മമായ സംവാദം. ഈ വരികളിൽ തുടങ്ങുന്നൊരു ലോകമുണ്ട്. ഒരു ചുമരും അതിൽ പറ്റിപ്പിടിച്ച പായലും തമ്മിലുള്ള നിശബ്ദ സംഭാഷണത്തിൻ്റെ ലോകം. വാഴയിലെ ഈ ഗാനത്തിൽ പായൽ ഒരു ജീവിയായി മാറുന്നു. അതിൻ്റെ ഓരോ വാക്കും സ്നേഹത്തിൻ്റെ സൂക്ഷ്മ സ്പർശമായി കേൾവിക്കാരനിലേക്ക് ഒഴുകുന്നു. പായൽ ചോദിക്കുന്നത് വലിയതൊന്നുമല്ല, ഒരു നിമിഷം മാത്രം പറ്റിപ്പിടിച്ചു നിൽക്കാനുള്ള അനുവാദം മാത്രം. അത് സമ്മാനങ്ങളോ അത്ഭുതങ്ങളോ വാഗ്ദാനം ചെയ്യുന്നില്ല. മാനത്തെ അമ്പിളിച്ചേലത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടാൻ ഞാൻ മതി വരുവോളം. ഈ വരികൾ പറയുമ്പോൾ സാധിക്കാത്തതിൻ്റെ സത്യസന്ധത തന്നെയാണ് അതിൻ്റെ സൗന്ദര്യം. പകരമായി പായൽ പങ്കുവെക്കുന്നത് കൂട്ടായ്മയാണ്. കാറ്റിലും കോളിലും കൂട്ടുപങ്കിടാം ഞാൻ എന്നാണ് പായൽ പറയുന്നത്. പ്രകൃതിയുടെ ഓരോ മാറ്റത്തിലും ഒപ്പമുണ്ടാകുമെന്നൊരു മൃദുവായ വാഗ്ദാനം. വേനലിൻ്റെ കടുത്ത ചൂടിലും മഴയുടെ നനവിലും ഒരു കമ്പിളി പോലെ ചുറ്റി പുണരാമെന്ന് അത് പറയുന്നു. ഇത് വെറും സംരക്ഷണം മാത്രമല്ല, അവഗണിക്കപ്പെട്ട ഒരിടത്തെ സ്നേഹത്തോടെ നിറക്കാനുള്ള ശ്രമം. ഞാൻ നിന്നുടെ മറത്ത് മെല്ലെ വേരുകളായി തിടന്നിൻ ഹരിത പരവതാനിയാവാം. ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടും കാണാതിരുന്നതുപോലെ നിന്നിരുന്ന ചുമരിലെ പച്ചപ്പിന് ഒരു പുതു അർത്ഥം കിട്ടുന്നു. അഭംഗിയായി തോന്നിയതെല്ലാം ഇപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പരവതാനിയായി മാറുന്നു. പാട്ടിൻ്റെ അവസാനത്തിൽ ബന്ധത്തിൻ്റെ ആഴം ഇനിയും ശക്തമാവുന്നു. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്ന് കേറിടും ഞാൻ. ഇവിടെ പായൽ പറയുന്നത് സ്ഥിരതയുടെ കഥയാണ്. അകറ്റപ്പെട്ടാലും മടങ്ങി വരുന്ന ഒരു സാന്നിധ്യം. ഈ ഗാനം ചുമരിലേക്ക് കണ്ണോടിക്കുമ്പോൾ പോലും പായലിൻ്റെ ശബ്ദം കേൾക്കാമെന്നൊരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്നു. ഒരിക്കൽ അഭംഗിയായി തോന്നിയ പച്ചപ്പിൽ ഇനി നമ്മൾ കാണുന്നത് മൃദുവായൊരു ബന്ധത്തിൻ്റെ അതിമനോഹരമായ രൂപം. അത്രേ ഉള്ളൂ. താങ്ക് യു.